ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അപ്പോൾ അതിനിടയിൽ ഞാൻ ഹെയറൊക്കെ സ്മൂത്തൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് പറയണം കേട്ടോ. എനിക്കത്ര കാര്യമായിട്ട് ഭയങ്കര കംഫർട്ടബിളായി തോന്നിയിട്ടില്ല, പക്ഷെ ഭയങ്കര ചേഞ്ചൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഓക്കെ, അതൊക്കെ വിടാം. ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആമസോൺ കുർത്തി ഹോൾ വീഡിയോ ആണ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് 7 കുർത്തീസാണ്. അപ്പോൾ അതിൽ എല്ലാം വരുന്നത് 500 റേഞ്ചിൽ താഴെയാണ്. ഒന്ന് മാത്രമേ ഉള്ളൂ, ഇതൊരു കുർത്തി സെറ്റായി വരുന്നതുകൊണ്ട് തന്നെ ഒന്ന് മാത്രം ഒരു 600 റേഞ്ചിൽ വരുന്നതാണ്. ബാക്കിയൊക്കെ 500 താഴെയാണ് വരുന്നത്. സൂപ്പർ അഫോർഡബിൾ ആയിട്ടുള്ള ഡെയിലി വെയർ കുർത്തീസാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് പറഞ്ഞാൽ ഈ ഒരു കുർത്തി സെറ്റാണ്. അപ്പോൾ കുർത്തിയും വരുന്നുണ്ട്, അതുപോലെ അതിൻ്റെ ബോട്ടമും വരുന്നുണ്ട്. ഇലാസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റാണ് വരുന്നത്. അതുപോലെ ഒരു സിഗരറ്റ് അല്ല, കുറച്ചുകൂടി ഉള്ള ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണ് വരുന്നത്. ഈ കുർത്തി എന്ന് പറയുന്നത് അനി ഡിസൈനർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ കുർത്തിയാണ്. കോട്ടൺ ബ്ലെൻഡാണ് ഫാബ്രിക് വരുന്നത്. അത്യാവശ്യം നല്ല സ്ട്രെയിറ്റ് ഫിറ്റ് ആയിട്ടുള്ള കുർത്തിയാണ്. സ്ട്രെയിറ്റ് കുർത്തിയാണ്, സ്ലിറ്റൊക്കെ വരുന്നത്. അതുപോലെ പാൻറ്റ് വരുന്നത് സ്ട്രെയിറ്റ് പാൻറ്റാണ്. ഡെയിലി വെയറായിട്ട് നമുക്ക് കോളേജിലോ ഓഫീസിലോ അതുപോലെ നമുക്ക് ഇവിടെ അടുത്തൊക്കെ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ ഒരു കുർത്തിയാണിത്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സ്മോൾ സൈസാണ്. സൈസ് എനിക്ക് കറക്റ്റ് ഫിറ്റാണ് വരുന്നത്. സാധാരണ നമ്മൾ സ്മോൾ സൈസാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് സ്മോൾ സൈസ് തന്നെ വാങ്ങാൻ പറ്റും. പിന്നെ പറയാനുള്ളത് പ്രൈസാണ്. 439 ആണ് ഈ കുർത്തിയുടെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കുർത്ത ആൻഡ് ബോട്ടം കിട്ടുവാണെങ്കിൽ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആണ്. അപ്പോൾ ഫാബ്രിക് വരുന്നത് കോട്ടൺ ബ്ലെൻഡാണ്, പ്യുവർ കോട്ടൺ അല്ല, കോട്ടൺ ബ്ലെൻഡാണ്. അപ്പോൾ നമുക്ക് ഇപ്പം മഴയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ആ ഒരു ടൈപ്പ് ഫാബ്രിക്കാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് കുർത്തിയാണ്. ഈ ഒരു കുർത്തി എന്ന് പറയുന്നത് നല്ല സുഖമുണ്ട് കേട്ടോ. എനിക്ക് വെയർ ചെയ്യാൻ പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് വരുന്നത് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ സ്ലീവ് 3/4 സ്ലീവാണ് വരുന്നത്. പക്ഷേ ആ സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിൽ നമുക്കവിടെ ഒരു കീറിയിട്ടുണ്ട് എന്നല്ല, കീറിയിട്ട് അങ്ങനെ തന്നെയാണ് അത് വരുന്നത്. അപ്പോൾ അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ അത് സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നവർക്ക് അത് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു കുർത്തിക്ക്. പക്ഷേ നല്ല കംഫർട്ടബിളാണ്, നല്ല ഫിറ്റിംഗ് ആണ്. സ്മോൾ സൈസാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നല്ല തന്നെയാണ്, കറക്റ്റ് ഫിറ്റിംഗ് ആണ് വരുന്നത്. പിന്നെ പ്രൈസ് വരുന്നത് 469 ആണ്. പക്ഷേ എനിക്കതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് 469 ഇത് അത്യാവശ്യം വർത്തായിട്ടുള്ള കുർത്തിയാണ്. പിന്നെ പറയാനുള്ളത് ഫാബ്രിക്കാണ്. ഫാബ്രിക് വരുന്നത് കോട്ടൺ ബ്ലെൻഡ് തന്നെയാണ്. സമ്മറിലൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ടൈപ്പ് കോട്ടൺ ബ്ലെൻഡ് ഫാബ്രിക് അത്ര ഭയങ്കര കംഫർട്ടബിൾ ആണെന്ന് പറയില്ല. പക്ഷേ ഈ ഒരു സീസണിൽ നമുക്ക് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിന് അത്യാവശ്യം ഓക്കെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നില്ല വാഷ് ചെയ്യുന്തോറും അങ്ങനെ മോശമാവുന്ന ആ ടൈപ്പ് ഓഫ് ക്ലോത്ത് അല്ല, അത്യാവശ്യം അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു ക്ലോത്ത് ആയിട്ടാണ് എനിക്കതിനെ തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ അത് സ്മോൾ സൈസാണ്. അത്യാവശ്യം നല്ല ഫിറ്റിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് ഓൾട്ടർ ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. പിന്നെ അതിൻ്റെ യോക്കിലും അതുപോലെ സ്ലീവിൻ്റെ സൈഡിലുമാണ് വർക്ക് വരുന്നത്. വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫോയിൽ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അതും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ എനിക്ക് ഈ കുർത്തി നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. തേർഡ് വരുന്നത് ഈ ഒരു കുർത്തിയാണ്. ഈ ഒരു കുർത്തി എന്ന് പറഞ്ഞാൽ ക്രേപ്പാണ് മെറ്റീരിയൽ വരുന്നത്. നിങ്ങൾക്കറിയാലോ, അത്യാവശ്യം ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. ഇതിൻ്റെ യോക്കിനും അതുപോലെ സ്ലീവിൻ്റെ 3/4 സ്ലീവാണ് വരുന്നത്. സ്ലീവിൻ്റെ അറ്റത്തുമാണ് ഇതിനൊരു വർക്ക് വരുന്നത്. നല്ലൊരു കളറാണ് വരുന്നത്. ഒരു പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത്. പിങ്കിൻ്റെ ഒരു ഷെയ്ഡും അതുപോലെ യോക്കിന് ബ്ലാക്കും ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 311 മാത്രമാണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് സ്റ്റൈലൊക്കെ ചെയ്താൽ ഈ കുർത്തി കാണാൻ നല്ല ഭംഗി ഉണ്ടാവുന്നതാണ്. 311 അത്യാവശ്യം നല്ല വർത്തായിട്ടുള്ള കുർത്തിയാണ്. പിന്നെ സൈസ് ഞാൻ വാങ്ങിയിട്ടുള്ളത് സ്മോൾ സൈസാണ്. എനിക്ക് കുറച്ചൊരു ലൂസ് ഫിറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. കറക്റ്റ് ഫിറ്റ് അല്ല. കറക്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചൊരു ലൂസ് ഫിറ്റ് ആയിട്ടുള്ളതാണ് ഞാൻ പൊതുവെ കറക്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് കുറച്ചൊരു അധികം ലൂസായിട്ടാണ് എനിക്കിത് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് സൈസിന് തന്നെ വാങ്ങുക. ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഓൾട്രേഷൻ അല്ലെങ്കിൽ ബാക്കിൽ ജസ്റ്റ് ഒന്നൊരു ടക്കിട്ട് കൊടുത്താൽ ചിലപ്പോൾ ഇത് കറക്റ്റ് ഫിറ്റായിട്ട് വരും. റൗണ്ട് നെക്കാണ് വരുന്നത്, അങ്ങനെ സീ ത്രൂ ഒന്നുമല്ല. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കുർത്തിയാണ്. ഇതൊരു ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത്. ആർട്ട് സിൽക്ക് അങ്ങനെ എന്താണ് അതിൽ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണിത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായെന്ന് വെച്ചാൽ ഇല്ല, പിക്ചറിൽ കാണുമ്പോൾ കുറച്ചൊരു ഗ്ലൈസിങ് ഒക്കെ വരുന്ന അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് നമ്മൾ പിക്ചറിൽ കാണുന്നത്. പക്ഷേ കാണുന്ന സമയത്ത് നോർമൽ ഒരു
സിൽക്കായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നോർമൽ ഒരു കോട്ടൺ ബ്ലെൻഡ് കാണുന്ന സമയത്ത് കുറച്ചൊരു മിനുക്കുള്ള ഒരു ക്ലോത്ത് അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ആ ഒരു സിൽക്ക് ടൈപ്പ് ഫാബ്രിക് അല്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 371 ആണ്. 371 വലിയ കുഴപ്പമില്ല. ഞാൻ ഭയങ്കരമായിട്ട് അടിപൊളിയാണെന്നൊന്നും പറയുന്നില്ല. പിന്നെ പറയാനുള്ളത് ഇത് കുറച്ചൊരു സീത്രൂ ആണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊരു സീത്രൂ ആണ്. നമ്മൾ ഒരു സ്ലിപ്പൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ് തോന്നുന്നത്. എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടൊന്നും തോന്നിയിട്ടുള്ള ഒരു കുർത്തയല്ല ഇത്. പിന്നെ ഇത് വരുന്നതെന്ന് പറഞ്ഞൊക്കെ ഞാൻ പറഞ്ഞല്ലോ 500 താഴെ, ഇതിപ്പോൾ 400 താഴെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ആ ഒരു റേറ്റിന് പക്ഷേ കുഴപ്പമില്ലാത്ത കുർത്തയാണെന്ന് പറയാം. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കുർത്തയാണ്. ഇത് നമ്മൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുള്ള ഒരു കുർത്തയാണ്. റിട്രാസ് എന്നാണ് ഇതിൻ്റെ ബ്രാൻഡ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വാങ്ങിയിട്ടുള്ളത് സ്മോൾ സൈസാണ്. അപ്പം എനിക്കിത് കുറച്ചൊരു ടൈറ്റ് ഫിറ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പം നമുക്ക് സ്മോൾ സൈസ് ആണെങ്കിൽ ഒരു സൈസ് അപ്പ് എടുക്കുക, മീഡിയം എടുക്കുക നിങ്ങൾ. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് അധികം ലെങ്ത്തുള്ള കുർത്തിയല്ല, നമ്മുടെ മുട്ടിന് ജസ്റ്റ് ഒന്ന് താഴെ വരെ അത്രേ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുള്ളൂ. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റത്ത് അതുപോലെ നെക്കിന് അങ്ങനെ ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഹൈനെക്കായിട്ടാണ് ഇത് വരുന്നത്. ആ ഒരു ടൈപ്പ് ഫിറ്റ് എനിക്ക് പൊതുവെ ഇഷ്ടമല്ല, പക്ഷേ കുറേ പേർക്ക് ഞാൻ നല്ല ഭംഗിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ടൈറ്റ് ആയതുകൊണ്ടാണ് കുറച്ചൊരു ആ ഒരു അഭംഗി നന്നായിട്ട് ഫീൽ ചെയ്യുന്നതെന്ന്. ബാക്കി കുറച്ച് ലൂസ് ഫിറ്റ് എടുത്താൽ ഭംഗി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പറഞ്ഞാൽ പ്യുവർ കോട്ടൺ ആണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 359 ആണ്. 359 അത്യാവശ്യം വർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുർത്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ കോളേജ് വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. എനിക്കങ്ങനെ മോശം പറയാനായിട്ടൊന്നുമില്ല. നമ്മളിത് വാങ്ങുവാണെങ്കിൽ ഒരു സൈസ് അപ്പ് വാങ്ങുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് അത്യാവശ്യം നല്ല ഫിറ്റായിട്ട് കിടക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ലെങ്ത്തിൻ്റെ കാര്യം കൂടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു കുർത്തിയാണ്. ഈ ഒരു കുർത്തി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു കളറിലാണ് വരുന്നത്. അതിലൊരു ഗോൾഡ് പ്രിൻ്റാണ് ഓവറോൾ വരുന്നത്. അതുപോലെ ഇതിൻ്റെ അടിയിലും ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തതുപോലെ ജസ്റ്റ് ആ ഒരു സെയിം ഗോൾഡ് പ്രിൻ്റ് തന്നെയാണ് വരുന്നത്. ഞാൻ വാങ്ങിയിട്ടുള്ളത് സ്മോൾ സൈസാണ്. സ്മോൾ സൈസ് എനിക്ക് കുറച്ചൊരു ടൈറ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ 1-2 സൈസ് അപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ കളറിൻ്റെ ആണോ എന്താണെന്നറിയില്ല, ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഒരു കുർത്തി. പക്ഷേ സൈസ് കുറച്ചൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇങ്ങനെ ടൈറ്റായി വലിഞ്ഞു മുറുകി കിടക്കുന്നില്ല. ഭയങ്കര ചെറിയൊരു കഷ്ണം തുണി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സൈസ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു കുർത്തിയാണ്. മെറ്റീരിയലൊന്നും വലിയ കുഴപ്പമില്ല. 299 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ്. റയോണിൻ്റെ നല്ലൊരു ഫാബ്രിക് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല, നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. അപ്പോൾ 299 ഈ ഒരു രീതിയിൽ അഫോർഡബിൾ ആണ്. പക്ഷേ സൈസ് നമ്മളിപ്പോൾ ഏത് സൈസ് എടുത്താലും പ്രൈസ് സെയിം തന്നെയാണ്. അപ്പോൾ സൈസ് കുറച്ച് കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു കുർത്തി. പിന്നെ ഇതിന് സ്ലീവ്സ് ഒന്നും അവൈലബിൾ അല്ല, സ്ലീവ്സ് ഒന്നും കൊടുത്തിട്ടില്ല. സ്ലീവ്ലെസ് ആയിട്ട് ഇത് അവൈലബിൾ ഉള്ളൂ. അപ്പം കംഫർട്ടബിൾ ആയിട്ടുള്ളവർ മാത്രം വാങ്ങുക. നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു കുർത്തിയാണ്. ഇത് കുർത്തിയല്ല, കുർത്തി സെറ്റാണ്. ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നുണ്ട്. ദുപ്പട്ട ആൻഡ് ബോട്ടം ബ്ലാക്ക് ആണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വാങ്ങിയിട്ടുള്ളതിൽ 2 ബ്ലാക്കുമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇത് കുറച്ചൊരു ലൂസ് ഫിറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. ഞാൻ വാങ്ങിയിട്ടുള്ളത് സ്മോൾ സൈസ് ആണ്. എനിക്ക് അത്യാവശ്യം നല്ലൊരു ഫിറ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ നെക്കിനാണ് വർക്ക് വരുന്നത്. അതുപോലെ ദുപ്പട്ടയുടെ സൈഡിൽ സെയിം നമ്മുടെ ഈ കുർത്തിയുടെ സെയിം പ്രിന്റും കൊടുത്തിട്ടുണ്ട്. 599 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു പ്രൈസിന് ഇത് അത്യാവശ്യം വേർത്താണ്. എന്താ വെച്ചാൽ നമുക്കെല്ലാം കിട്ടുന്നുണ്ടല്ലോ, ദുപ്പട്ട അടക്കം വരുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം വേർത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ ബ്ലെൻഡ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങാവുന്ന ഒരു കുർത്തി സെറ്റാണിത്. പിന്നെ മെറ്റീരിയൽ സീത്രൂ ഒന്നുമല്ല. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിലിപ്പം ഞാൻ കാണിച്ച കുർത്തീസിൽ എല്ലാം ഭയങ്കര അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു റേഞ്ചിൽ 500 റേഞ്ചിൽ ബിലോ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുർത്തീസാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ആ ഒരു ഓഫ് വൈറ്റ് കളർ വരുന്ന ആ ഒരു കുർത്തി മാത്രമാണ് അത്യാവശ്യം ആ പിക്ചറിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ അതുപോലൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ സൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.